والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ഈ പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ കലാം പറയുന്ന ഈ വേദി ഒരുമിച്ച് കൂടിയ ഈ പ്രവർത്തനം ഒരു സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു രണ്ട് ലോകത്തും നമുക്ക് വിജയം നൽകുമാറാകട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ടും അല്ലാഹു ഇത്തരം പ്രവർത്തനം കാരണം നമ്മെ ഒഴിവാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നമ്മളിലേക്ക് സത്യദീൻ എത്തിച്ചു തരാൻ കാരണക്കാരായ മുഴുവനും ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവരെയും ജന്നാത്തുൻ നഈമിലെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സത്യദീനിന് നമ്മളിലേക്ക് എത്തിച്ചേർന്ന് ഈ കാണുന്ന സൗകര്യങ്ങൾക്ക് മുഴുവനും അസ്തിത്വം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയറ്റങ്ങൾ, ബഹുമാനമുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ബഹുമാനമുള്ള ഷുജാഇ മൊയ്ദ് മുസ്ലിയാർ, ബഹുമാനമുള്ള ശുഗപുരം അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനമുള്ള പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനമുള്ള പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനമുള്ള കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനമുള്ള ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, വന്നിരായ കണ്ണിയത്ത് ഉസ്താദ് വരക്കൽ, ബഹുമാനമുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ തുടങ്ങി മഹാരഥന്മാരായ കഴിഞ്ഞു പോയ നമ്മുടെ ഈ കാണുന്ന സൗകര്യങ്ങൾക്കും ഈ കാണുന്ന ദീനിയായ ആവേശത്തിനും നമുക്കൊക്കെ ഇവിടെ പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് ദിശാബോധം നൽകി മഹത്തായ ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ ആദ്യകാല നേതാക്കന്മാർ, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കുമാറാകട്ടെ. അള്ളാഹു അവർ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ബാക്കിയായി അള്ളാഹുവിൻ്റെ സത്യദീനിന് ഉപകരിക്കുന്ന ഒരു കർമ്മമായി ഇത് സ്വീകരിക്കട്ടെ. വിശ്വാസികളെ, ലൈംഗിക അരാജകത്വം എന്നതാണ് വിഷയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട അവയവങ്ങൾ രണ്ടെണ്ണമാണ്. രണ്ട് അവയവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗം. എന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഉറക്കെ സ്വലാത്ത് ചെല്ലണം, അത് വിട്ടുപോകുകയേ ചെയ്യരുത്. അത് സദസ്സിന്റെ ഒരു ബറക്കത്താണ്. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, മുസ്തഫ നബി പറയുകയാണ്, രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങളിലോട് ബന്ധിക്കുന്നതാണ് സ്വർഗം. ഈ രണ്ട് താടിയലിന്റെ ഇടയിലുള്ള വസ്തുവിനെ കൊണ്ടും ഈ രണ്ട് തുടയസ്ഥികൾക്കിടയിലുള്ള വസ്തുവിനെ കൊണ്ടും മാന്യതയെ ചെയ്യൂ എന്നൊരാൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ അക്ഫിലു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗത്തിന് കഫീലാകും, സ്പോൺസറാകും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനപ്പെട്ട റസൂലുള്ള സ്പോൺസർ ആവാം. റസൂലുള്ള ആ സ്പോൺസർഷിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. നമ്മളിന് അവകാശം, നമ്മളിന് അർഹത റസൂലുള്ള വാങ്ങുകയാണ്. ഞാൻ അവന് രണ്ടവയവങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പ്രാഥമിക മര്യാദകൾ ഒരാൾക്കുണ്ടായാൽ, അടിസ്ഥാനപരമായ ഷഹാദത്ത് കലിമ, അടിസ്ഥാനപരമായ നിസ്കാരം, ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ പിന്നെ അയാൾ സൂക്ഷിക്കേണ്ട അവയവങ്ങൾ പ്രധാനമായി രണ്ടെണ്ണമാണ്. അതുണ്ടായാൽ ഞാൻ അവന് സ്വർഗം വാങ്ങിക്കൊടുക്കും എന്ന് സ്വഹീഹുൽ ബുഖാരി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, വിശ്വാസികളുടെ നിസ്കാരത്തിന്റെ പൂർണ്ണതയായിക്കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനയുടെ 1-ാമത്തെ വചനം മുതൽ 7-ാമത്തെ വചനം വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم
فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സൂറത്തുൽ മുഅ്മിനൂന എന്ന അധ്യായം തന്നെ അല്ലാഹു നൽകി. മുഅ്മിനീങ്ങളുടെ ഔസാഫുകളാണ്, ഗുണഗണങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ ജയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ അവർക്ക് ഭക്തി ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ അവരുടെ ഐഡന്റിറ്റി. അബദ്ധമാണ് ക്രിസ്ത്യാനി സമൂഹം പറയുന്ന ആ കാര്യം, ഭീമമായ അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? അതൊരു ദൈവിക നിയമമായി കൂടാ, ഒരിക്കലും ഒരു ദൈവിക നിയമമായി കൂടാ. ദൈവിക നിയമമാണ് ആകണമെങ്കിൽ മനുഷ്യാരോഗ്യത്തെ കൂടി എടുത്തു കളയാൻ ദൈവം തയ്യാറാകണം. അല്ലാത്ത കാലഘട്ടത്തോളം ഒരിക്കലും ഒരു ദൈവിക നിയമം ആവുകയില്ല. മനുഷ്യന് ശരീര പുഷ്ടി കൊടുത്തത് ആർക്കാണ്? അച്ഛനും അച്ഛനല്ലാത്തവനും ശരീര പുഷ്ടിയെ കൊടുക്കുന്നത് ദൈവമാണ്. ആ ശരീര പുഷ്ടിക്കനുസരിച്ച് ഓജസ് കൊടുക്കുന്നത് ദൈവമാണ്, ശക്തി കൊടുക്കുന്നത് ദൈവമാണ്, അതിനനുസരിച്ച് വൈകാരികമായ ബോധം കൊടുക്കുന്നത് ദൈവമാണ്, ഇടയ്ക്കിടെ വികാരങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ദൈവമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ദൈവം പറയുക, അതൊക്കെ തന്നിട്ട് ദൈവം പറയുക, ഇനി നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തരുത്, ഇത് ഒരന്തല്ലാത്ത ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ ദൈവമല്ല. ഒരിക്കലും ഒരാളെ മൂക്കിൽ ഒരാൾ ഇങ്ങനെ ചെറിയ ഒരു തൂവലിട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടപ്പിച്ചിട്ട് നിർബന്ധം പറയുക ഒരിക്കലും നീയെ തുമ്മരുത്, ഇതൊരു വിട്ടിത്തരമല്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, വളരെ പ്രകൃതി വിരുദ്ധമായ ആശയമാണ് കാത്തലിക്സി പറഞ്ഞു നടക്കുന്നത്. ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത്തരം വാദങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മതമല്ല ഇസ്ലാമിന്റെ മതം. അതുകൊണ്ടാണ് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു തരം സന്യാസമാണോ എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത ആവശ്യത്തെയും അനാവശ്യത്തെയും രണ്ടായത്തുകളിലായി ഊന്നി പറഞ്ഞിട്ടുള്ളത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്നാൽ ഇല്ലാ അലാ أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. ഒരിക്കലും വികാരത്തെ പൂർത്തീകരിക്കുക അതിന്റെ ഇച്ഛയിലും വിധത്തിലുമാണെങ്കിൽ ഒരു അനാവശ്യമായ കാര്യം അല്ല. തന്റെ ഭാര്യയുമായി, തന്റെ ഇണയുമായി, ഒരു പെണ്ണ് ഒരാണ് തന്റെ ഇണയുമായി തന്റെ വികാരം പൂർത്തീകരിക്കൽ ഒരിക്കലും കുറ്റകരമായ കാര്യമല്ല. പൗരാണിക കാലഘട്ടത്തിൽ ആ മനുഷ്യർ അതിനുവേണ്ടി ഭാര്യയെ പോലെ ഉപയോഗപ്പെടുത്തിയ അടിമകളുണ്ടായിരുന്നു. അത് ഒരു നിലക്ക് ഗുണകരമായും സമൂഹത്തിന് ഭവിച്ചിട്ടുണ്ട്. അതായിരിക്കാം എടുത്തു പറയാൻ കാരണം ഈ അടിമയുടെ ഉടമസ്ഥനിൽ ഈ അടിമ പെണ്ണിലൂടെ പിന്നീട് കുട്ടിയുണ്ടാകുന്നതോടുകൂടെ ഇവൾ സ്വതന്ത്ര സ്ത്രീയുടെ സ്ഥാനത്തേക്ക് വരും. മാത്രമല്ല ഇയാൾ മരിക്കുന്നതോടുകൂടെ പൂർണ്ണമായി ഈ പെണ്ണ് സ്വതന്ത്രയായി മാറും. ഇസ്ലാം അടിമത്തെ നിഷ്കാസനം ചെയ്ത കമ്മ്യൂണിസത്തെ പോലെയല്ല, സമ്പൂർണ്ണമായി അതിന്റെ വേരിനെ നശിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ കാതലായ ലക്ഷ്യം. അതുകൊണ്ടായിരിക്കാം ഒരിക്കലും വികാരം ഉപയോഗപ്പെടുത്തൽ തെറ്റല്ല. എന്തുകൊണ്ട്? അതെല്ലാം ദൈവികമാണ്. വികാരം തന്നവൻ ആരാണ്? ദൈവമാണ്. അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് ദൈവം വികാരത്തെ എടുത്തു കളയുകയും അവരെ അച്ഛന്മാരാക്കുകയും വേണ്ടിയിരുന്നു. ഇത് ചെയ്യാത്തത് കൊണ്ട് പ്രകൃതി വിരുദ്ധമാണ് ഈ ആശയം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആക്ഷേപിക്കുകയല്ല, ചിന്തിക്കാൻ